നിങ്ങളുടെ ആത്മമനുഷ്യനിൽ ദൈവത്തിൻ്റെ ആത്മാവ് വന്നിരിക്കുകയാണ്. തൽക്ഷണം കൃപ പ്രാപിക്കാൻ നിനക്ക് കൃപാസനത്തിൻ്റെ നേരെ അടുത്തു ചെല്ലാം. അതാണ് എനിക്ക് അടുത്തതായിട്ട് നിങ്ങളോട് പറയാനുള്ള ഒരു സന്ദേശം. എബ്രായ ലേഖനം അതിൻ്റെ 4-ാം അധ്യായത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുകയാണ്. ഹല്ലേലൂയ. അതിൻ്റെ 15-16 വാക്യം. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല, പാപമൊഴികെ സർവ്വത്തിലും നമുക്ക് തുല്യനായി പരീക്ഷിക്കപ്പെട്ടവനത്രേ. അതുകൊണ്ട് കരുണ ലഭിപ്പാനും തൽസമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനും ധൈര്യത്തോടെ കൃപാസനത്തിന് നേരെ അടുത്തു ചെല്ലുക. അപ്പം കൃപ എവിടെയാണ് ഇരിക്കുന്നത്? കൃപാസനത്തിലാണ് ഇരിക്കുന്നത്. പുതിയ നിയമത്തിലെ കൃപാസനം, പഴയ നിയമത്തിൽ 3 ഭാഗങ്ങളായിട്ട് തിരിച്ചിരുന്നു. പ്രാകാരം, വിശുദ്ധ സ്ഥലം, അതിവിശുദ്ധ സ്ഥലം. അതിൽ ഈ ത്രോൺ ഓഫ് ഗ്രേസ് ഇരിക്കുന്നത് എവിടെയാണ്? അതിവിശുദ്ധ സ്ഥലത്താണ്. ഈ പുതിയ നിയമത്തിൽ ഈ അതിവിശുദ്ധ സ്ഥലം ഏതാണെന്ന് നിങ്ങളൊന്ന് പഠിക്കണം. പുതിയ നിയമത്തിലെ അതിവിശുദ്ധ സ്ഥലം മറ്റൊന്നുമല്ല, നിങ്ങളുടെ ആത്മ മനുഷ്യനാണ്. നിങ്ങളുടെ ആത്മ മനുഷ്യനിൽ അവിടെയാണ് കൃപയുടെ ഇരിക്കുന്നത്. അപ്പം പഴയ നിയമത്തിൽ വല്ലപ്പോഴും മാത്രമേ കൃപാസനത്തിൽ ചെന്ന് കയറാനായിട്ട് പറ്റത്തുള്ളൂ. പക്ഷെ പുതിയ നിയമത്തിൽ ഇവിടെ വ്യക്തമായിട്ട് എഴുതിയിരിക്കുകയാണ്, അതുകൊണ്ട് കരുണ ലഭിപ്പാനും തൽസമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനും നാം ധൈര്യത്തോടെ കൃപാസനത്തിൽ അടുത്തു ചെല്ലുക. എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ദേഹി മനുഷ്യനും ദേഹമനുഷ്യനും നിങ്ങളുടെ ആത്മ മനുഷ്യനെ കോൺസ്റ്റൻ്റായിട്ട് ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കണം. നിങ്ങളുടെ ആത്മ മനുഷ്യനിലേക്ക് തിരിയണം. നിങ്ങളുടെ ആത്മ മനുഷ്യനിലേക്ക് തിരിയുന്ന മിനിറ്റിൽ നിങ്ങളിലേക്ക് ശക്തി ലഭിക്കും. എത്ര അശക്തനാണ് നിങ്ങൾ ആ പാപത്തെ ജയിക്കാനെന്ന് തോന്നിയാലും, എത്ര അശക്തനാണ് നിങ്ങൾ ആ സാഹചര്യത്തെ മറികടക്കാനെന്ന് തോന്നുമ്പോഴും നിങ്ങൾ ഓർക്കണം, അത് ദേഹിയുടെ തോന്നലാണ്. എന്നാൽ എൻ്റെ ആത്മമനുഷ്യനിൽ ശക്തിയുണ്ട് എന്ന കൃപയുടെ വെളിപ്പാട് നിങ്ങളിൽ ചലിച്ചാൽ, നിങ്ങൾ അശക്തനെന്ന് തോന്നുമ്പോഴും നിങ്ങൾ പറയും, ഞാൻ ബലഹീനനായിരിക്കുമ്പോൾ തന്നെ ഞാൻ ശക്തനാകുന്നു. എന്താണ് അതിൻ്റെ അർത്ഥം? 2 കൊരിന്ത്യർ 12:10 പൗലോസ് പറഞ്ഞ വാക്യമാണത്. എൻ്റെ പുറത്ത് ഞാൻ ബലഹീനനെന്ന് എനിക്ക് തോന്നുന്നുണ്ട്, അപ്പോൾ തന്നെ എനിക്കറിയാം ഞാൻ ശക്തനെന്ന്. കണ്ടോ വെളിപ്പാട്? കണ്ടോ? അതുകൊണ്ട് ഞാൻ ബലഹീനനല്ല, ഞാൻ ശക്തനായി തുടരുന്നു. പലരും ബലഹീനനായി, ഞാൻ ബലഹീനനാകുന്നില്ല. പല ഉപദ്രവങ്ങൾ എനിക്ക് നേരെയുണ്ട്. ആക്ഷേപം, നിന്ന, സുവിശേഷത്തിൻ്റെ പേരിലുള്ള കയ്യേറ്റം. ഞാൻ തളർന്നു പോകും, അശക്തനായി പോകും, വീണു പോകും, ഈ സാഹചര്യത്തെ മറികടക്കയില്ല എന്ന് പലവട്ടം എൻ്റെ ദേഹിയിൽ ചിന്ത വരുമ്പോഴും എൻ്റെ ആത്മമനുഷ്യനിൽ നിറച്ചിരിക്കുന്ന ഇന്ധനത്തെക്കുറിച്ച്, കൃപയാൽ വന്ന് നിറഞ്ഞിരിക്കുന്ന ശക്തിയെക്കുറിച്ചുള്ള ബോധം എനിക്കുള്ളത് കൊണ്ട് ഞാൻ തളരുന്നില്ല, ഞാൻ ക്ഷീണിക്കുന്നില്ല. ഞാൻ എൻ്റെ ദേഹിയെ പുറത്തേക്കല്ലതിരിക്കുന്നത്, ദേഹിയെ ഞാൻ ആത്മമനുഷ്യനിലേക്ക് തിരിക്കുമ്പോൾ ഞാൻ ശക്തനാണ്. ആ ശക്തി എനിക്ക് റിസീവ് ചെയ്യാൻ കഴിയുന്നുണ്ട്. നമ്മൾ മനസ്സിലാക്കണം, ദേഹി മനുഷ്യന് 2 ദിശയിലേക്ക് തിരിയാനായിട്ട് കഴിയും. ഒന്നുകിൽ പുറത്തേക്ക്, അല്ലെങ്കിൽ അകത്തേക്ക്. അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ലോകത്തിൽ നിന്ന് ശക്തി എടുക്കാം, അല്ലെങ്കിൽ ആത്മാവിൽ നിന്ന് ശക്തി എടുക്കാം. ഇത് രണ്ടും നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങളുടെ ദേഹി മനുഷ്യൻ, അല്ലെങ്കിൽ ചിന്ത, വികാരം, ഇച്ഛ, ഈ മനുഷ്യന് 2 ദിശയിലേക്ക് തിരിയാനുള്ള കപ്പാസിറ്റി, ഇങ്ങനെ തിരിയാം, ഇങ്ങനെ തിരിയാം, ഇങ്ങനെ തിരിയാം, ഇങ്ങനെ തിരിയാം. ഇതിൻ്റെ കപ്പാസിറ്റി ദൈവം കൊടുത്തിട്ടുണ്ട്. ഒന്നുകിൽ ലോകത്തേക്ക് തിരിയാം, അല്ലേ? അതുകൊണ്ട് ഒരിടത്ത് എഴുതിയിരിക്കുന്നത്, കുതിരകളിലും രഥങ്ങളിലും വേണമെങ്കിൽ ആശ്രയിക്കാം, പക്ഷെ ആശ്രയിക്കരുത് എന്നെഴുതിയിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഈ ദേഹി മനുഷ്യൻ ഇങ്ങനെ തിരിയാം, ലോകത്തിൽ നിന്ന് ആശ്രയവും ബലവും, അല്ലേ? സിനിമയിൽ നിന്നോ, സീരിയലിൽ നിന്നോ, കള്ളിൽ നിന്നോ, മദ്യത്തിൽ നിന്നോ, കൂട്ടുകാരിൽ നിന്നൊക്കെ എനർജി എടുക്കാം, പക്ഷെ ആ എനർജി എല്ലാം ഫെയിലാകും. ഹല്ലേലൂയ. അതെല്ലാം നമ്മളെ പകുതി വഴിക്ക് വെച്ച് ചതിക്കും. പകുതി വഴിക്ക് വെച്ച് അവരും വീക്കാകും, അവർ വീക്കാകുമ്പോൾ നമ്മളും വീക്കാകും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പക്ഷെങ്കിൽ നിങ്ങളുടെ ദേഹി മനുഷ്യൻ കൃപയിലേക്ക് തിരിഞ്ഞാൽ, ഇങ്ങനെ
അങ്ങോട്ട് തിരിയണം. അങ്ങോട്ട് തിരിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് കൃപാസനം കാണാൻ പറ്റും. ആ കൃപാസനം ഇപ്പോൾ ആകാശത്തല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സിയോൻ പർവ്വതത്തിലല്ല, അല്ലെങ്കിൽ പഴയ നിയമത്തിലെ പോലെ ഒരു വലിയ ഏതെങ്കിലും ആലയത്തിലല്ല, ഏതെങ്കിലും ഒരു പള്ളിയിലല്ല, ഏതെങ്കിലും ഒരു ദൈവദാസനിലല്ല. നിങ്ങളിലുള്ള ആത്മ മനുഷ്യൻ തന്നെയാണ് ആ കൃപാസനം. അതുകൂടെ നിങ്ങൾ മനസ്സിലാക്കണം. പലരും ഈ കൃപ തേടി അലയുന്നത് പല ദൈവദാസന്മാരുടെ അടുക്കലാണ്, അല്ലെങ്കിൽ പല സ്ഥലങ്ങളിലേക്ക് ഓടിക്കൊണ്ടേയിരിക്കുകയാണ്. അവരുടെ ഓട്ടം ഇന്നും തീർന്നിട്ടില്ല. എന്നാൽ ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ കൃപ തേടി അലയണ്ട, ഓടണ്ട. നിങ്ങളെ വിജയിപ്പിക്കാനുള്ള, നിങ്ങളെ ജയിപ്പിക്കാനുള്ള കൃപ നിങ്ങളിലുള്ള ആത്മ മനുഷ്യനിലുണ്ട് എന്ന തിരിച്ചറിവാണ് കൃപയുടെ അടിസ്ഥാനം. കൃപയാൽ നിങ്ങൾ രക്ഷിക്കപ്പെട്ടു. അപ്പം നിങ്ങളിലുള്ള ഒരു മനുഷ്യൻ രക്ഷിക്കപ്പെട്ടു, ആത്മമനുഷ്യൻ രക്ഷിക്കപ്പെട്ടു. ആത്മമനുഷ്യനിൽ എല്ലാ ശക്തിയുമുണ്ട്, ദൈവത്തിൻ്റെ സ്വരൂപമുണ്ട്, ദൈവത്തിൻ്റെ എബിലിറ്റി ഉണ്ട്, ദൈവത്തിൻ്റെ ശക്തിയുണ്ട്. അതിലേക്ക് നിങ്ങളുടെ ദേഹി തിരിയണം. ആ തിരിയുന്ന സമയത്തിൻ്റെ പേരാണ് പ്രാർത്ഥന. അല്ലാതെ അരി വേണം, പച്ചക്കറി വേണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയമല്ല പ്രാർത്ഥന. നിങ്ങളുടെ ദേഹി മനുഷ്യനെ നിങ്ങളുടെ ഈ ലോകത്തിൽ നിന്ന് ആത്മ മനുഷ്യനിലേക്ക് തിരിക്കുന്ന സമയത്തിൻ്റെ പേരാണ് പ്രാർത്ഥന. ആ വേളയിൽ നിങ്ങൾ ബലപ്പെടും, നിങ്ങൾ ശക്തി പ്രാപിക്കുവാനായിട്ട് ഇടയായിത്തീരും. നല്ല ഒരു ആമീൻ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ഷഹീഡ, ഇന്ന് എത്ര അശക്തനായിട്ട് നിങ്ങൾ എന്നെ കേട്ടാലും, എനിക്കിനി മുന്നോട്ട് പോകാൻ പറ്റില്ല, ഈ ഗ്ലോറി റലം ഒന്നും എനിക്ക് പ്രാപിക്കാൻ പറ്റില്ല എന്ന ചിന്തയിൽ നിങ്ങൾ ഇരിക്കുന്നെങ്കിൽ അത് നിങ്ങളുടെ കഴിവിൽ നിങ്ങൾ ആശ്രയിച്ചത് കൊണ്ടാണ്. ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു, കഴിവിൽ നിന്ന് കൃപയിലേക്ക് വരിക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കഴിവിൽ നിന്ന് കൃപയിലേക്ക് വരിക. റോമാലേഖനം 6:14 എഴുതിയിരിക്കുന്നു, നിങ്ങൾ ന്യായപ്രമാണത്തിൻ്റെ അല്ല കൃപയുടെ കീഴിലായതിനാൽ പാപം ഇനി നിന്റെ മേൽ കർത്തൃത്വം നടത്തുകയില്ല. ഹല്ലേലൂയ. നിങ്ങൾ ന്യായപ്രമാണത്തിലല്ല കൃപയുടെ കീഴിലായതിനാൽ പാപം നിങ്ങളുടെ മേൽ ജയിക്കത്തില്ല. ഹല്ലേലൂയ. റോമർ 6:14. നിങ്ങളുടെ കഴിവിൽ നിങ്ങൾ നിൽക്കുമ്പോൾ, ന്യായപ്രമാണം എന്ന് പറഞ്ഞാൽ കൽപ്പന നിങ്ങൾക്ക് ദൈവം തന്നു, ബാക്കി നിങ്ങളുടെ കഴിവ് കൊണ്ട് നിങ്ങൾ ചെയ്യുമ്പോൾ ആമേൻ, പാപം പലപ്പോഴും നിങ്ങളിൽ കർത്തൃത്വം നടത്തും. പക്ഷെ നിങ്ങൾ കൃപയിൽ നിന്നാൽ ആ സെക്കൻഡ് മുതൽ പാപത്തിൻ്റെ ബലം ഒടിയും. ഞാനിത് ഗ്യാരണ്ടി പറയുകയാണ്. ആമേൻ, നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്ന ആ സംഭവത്തിൻ്റെ ബലം ബ്രേക്കായിട്ട് നിങ്ങളിൽ ബലം വ്യാപരിക്കും. ഹല്ലേലൂയ. കൈ ഉയർത്തി പറഞ്ഞാട്ടെ, ഞാൻ കൃപയിൽ നിൽക്കുകയാണ്, ഞാൻ കൃപയിൽ നിൽക്കുകയാണ്, ഞാൻ കൃപയിൽ നിൽക്കുകയാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഞാൻ കൃപയിൽ നിൽക്കുകയാണ്, ഞാൻ കൃപയിൽ നിൽക്കുകയാണ്. കൃപയാൽ കർത്താവ് എന്നിൽ ഇൻസ്റ്റോൾ ചെയ്ത സർവത്തിലും ഞാൻ നിൽക്കുകയാണ്. ഹല്ലേലൂയ. ഈ കൃപയുടെ വെളിപ്പാടിലേക്ക് നിങ്ങൾ ആദ്യം തന്നെ കടന്നു വരുമ്പോഴാണ് നിങ്ങൾക്ക് അമേൻ ഗ്ലോറി എന്ന ഡയമെൻഷനിലേക്ക് വളരാൻ പറ്റത്തുള്ളൂ. കാരണം സ്വയശ്രമത്തിൽ നമ്മൾ ശ്രമിച്ച് നമ്മൾ പരാജയത്തിലേക്ക് പോകും. ഞാൻ ഉൾപ്പെടെ അങ്ങനെ പരാജയത്തിലേക്ക് പോയവനായിരുന്നു. എന്നാൽ എന്ന് കൃപയുടെ അറിവ് എന്നിൽ വന്നോ അന്ന് വരെ എന്നെ തോൽപ്പിച്ച പാപങ്ങളെ എനിക്ക് ജയിക്കാനായി കഴിഞ്ഞു. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് നിങ്ങളിലേക്ക് ആ കൃപ വരട്ടെ. ആമേൻ. കൃപ വരുമ്പോൾ ജഡത്തിൻ്റെ പ്രശംസകളെല്ലാം മാറിപ്പോകും. ആമേൻ. എൻ്റെ കഴിവ്, എൻ്റെ ബലം എന്നൊക്കെയുള്ള നമ്മുടെ ചിന്താഗതികളെല്ലാം മാറിപ്പോയിട്ട് ആമേൻ, ആ കൃപയുടെ ജ്ഞാനത്തിലേക്ക്, ആ കൃപയുടെ ബോധ്യത്തിലേക്ക് നമ്മൾ ഇന്ന് ഈ ദിവസം കടന്നു വന്നാട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞാനിപ്പോൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നിങ്ങൾ എത്ര സ്ട്രഗിളിലാണെങ്കിലും ഒരൊറ്റ വാക്ക് പറഞ്ഞേ, കൃപ, 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 കൃപ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങളിൽ ആത്മ മനുഷ്യൻ തുറക്കും. നിങ്ങൾ കഴിവ് എന്ന ചിന്തയിൽ നിൽക്കുമ്പോൾ നിങ്ങളുടെ ജഡത്തിൻ്റെ മനുഷ്യൻ എക്സോസ്റ്റഡ് ആകും, ടയേർഡാകും, വീക്കാകും, അധികം നാൾ ഓടാൻ പറ്റത്തില്ല. ആമേൻ. എന്നാൽ യഹോവയെ കാത്തിരിക്കുന്നവരുടെ ശക്തി പുതുക്കപ്പെടും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചു വരും. യൗവനക്കാർ പതറി വീഴാം. ആമേൻ. പക്ഷെങ്കിൽ യഹോവയെ കാത്തിരിക്കുന്നവർ ക്ഷീണിക്കാതെ ഓടും, തളരാതെ ഓടുവാനായിട്ട് ഇടയായിത്തീരും. ഇന്ന് ഞാൻ നിങ്ങളോട് പ്രവചിക്കുന്നു, തളരാതെ
ക്ഷീണിക്കാതെ. ഒരു ദിവസം അപ്പ്, ഒരു ദിവസം ഡൗണ്, ഒരു ദിവസം അപ്പ്, ഓ ബ്രദറെ ഇന്ന് സൂപ്പറായിരുന്നു, അടുത്ത ദിവസം നേരെ തളർന്നു. ഇങ്ങനെ ഉള്ളൊരു ക്രിസ്തീയ ജീവിതമാണ് നിങ്ങളുടേതെങ്കിൽ ഇന്ന് അതിനൊരു വിരാമമിടുകയാണ്. അതിന് വിരാമമിടാൻ കഴിവുള്ള ഒരേ ഒരു വെളിപ്പാടേ ഉള്ളൂ, കൃപയുടെ വെളിപ്പാട്. പലരും വിളിക്കുമ്പം പറയും, ബ്രദറെ ഇന്ന് ഞാൻ ഭയങ്കരമായിട്ട് ദൈവത്തിലായിരുന്നു, അടുത്ത ദിവസം ഞാൻ പാപത്തിലായിരുന്നു, അടുത്ത ദിവസം അങ്ങനല്ല. സ്ഥിരമായി നിങ്ങൾക്ക് കൃപയുടെ വെളിപ്പാടിനാൽ, നിങ്ങളുടെ ആത്മാവിൽ നിന്ന് എമിറ്റ് ചെയ്യുന്ന ആ ദൈവം സ്റ്റോർ ചെയ്ത എല്ലാ കഴിവിൻ്റെയും വെളിപ്പാടിനാൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. എപ്പോൾ കഴിവില്ല എന്ന് തോന്നുന്നോ, എപ്പോൾ ശക്തി അറ്റവനെന്ന് തോന്നുന്നോ, അപ്പോൾ നിങ്ങളുടെ ശക്തിയുടെ സ്രോതസ്സിലേക്ക് നിങ്ങളുടെ കണ്ണുകൾ തിരിക്കണം. പഴയ നിയമത്തിൽ എഴുതി, ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു. കാരണം പഴയ നിയമത്തിൽ പർവ്വതത്തിൽ യഹോവയുടെ ആലയമുണ്ട്, അവിടെ കൃപാസനമുണ്ട്. അതുകൊണ്ടാണ് പഴയ നിയമത്തിൽ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തിയത്. എന്നാൽ പുതിയ നിയമത്തിൽ നിങ്ങളുടെ കണ്ണ് നിങ്ങളുടെ ആത്മ മനുഷ്യനിലേക്ക് ഉയർത്തണം. നിങ്ങൾ ഇരിക്കുന്ന ഇടമായ ഉയരത്തിലുള്ളത് അന്വേഷിപ്പീൻ. ഉയരമെന്ന് പറയുമ്പോൾ ഇങ്ങനെയുള്ള ഉയരമല്ല, നിങ്ങളുടെ ആത്മാവ് ഇരിക്കുന്ന ആ ഒരു ആത്മലോകത്തിലേക്ക് നിങ്ങൾ തിരിയുമ്പോൾ അവിടെ നിന്ന് തിരിഞ്ഞാലേ ഈ കൃപ വരത്തുള്ളൂ കേട്ടോ. നിങ്ങൾ ലോകത്തിൽ നിന്നാണ് അപ്പോഴും ശക്തി എടുക്കാൻ ശ്രമിക്കുന്നതെങ്കിൽ നിങ്ങൾ തോറ്റുകൊണ്ടേയിരിക്കും. ഹല്ലേലൂയ. ജഡത്തിൽ നിന്ന് നമ്മൾ ശക്തി ഡ്രോ ചെയ്യുന്നവൻ ശപിക്കപ്പെട്ടവൻ എന്ന് ഇരമ്യാവിൻ്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുമുണ്ട്. ആത്മാവിൽ നിന്ന് നിങ്ങൾ ശക്തി ഡ്രോ ചെയ്യണം, നിങ്ങൾ കൃപ ഡ്രോ ചെയ്യണം എന്ന് പരിശുദ്ധാത്മാവ് നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. അതിനെ നിങ്ങൾ മനസ്സിലാക്കണം, കൃപയാൽ എല്ലാം എൻ്റെ ആത്മമനുഷ്യനിൽ സ്റ്റോർ ചെയ്തിരിക്കുന്നു എന്ന ബോധ്യം വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? ആത്മാവിൽ നിന്ന് കിണറ്റിൽ നിന്ന് വെള്ളം വലിച്ചെടുക്കുന്നത് പോലെ നിങ്ങൾ വലിച്ചെടുക്കും. നിങ്ങളുടെ ആത്മ മനുഷ്യൻ കൃപയാൽ നിറഞ്ഞിരിക്കുകയാണ് അല്ലേ? ഒരു വാക്യം കൂടെ വായിക്കാൻ പോകുകയാണ്. യോഹന്നാന്റെ പുസ്തകം 1-ാം അധ്യായം 16-ാമത്തെ വാക്യം. അവൻ്റെ നിറവിൽ നിന്ന് നമുക്കെല്ലാവർക്കും കൃപമേൽ കൃപ ലഭിച്ചിരിക്കുന്നു. അപ്പോൾ ക്രിസ്തുവിൻ്റെ നിറവിൽ നിന്ന് നമ്മുടെ ആത്മ മനുഷ്യൻ നിറഞ്ഞിരിക്കുകയാണ്. നമ്മുടെ ആത്മ മനുഷ്യൻ വറ്റി വരണ്ട ഒരു നിലമല്ല പഴയ നിയമത്തിലെ പോലെ. പഴയ നിയമത്തിൽ എല്ലാവരുടെയും ആത്മാവിലേക്ക് ദൈവം ശക്തി പകർന്നില്ല. ചിലരിലേക്കൊരു പങ്ക് പകർന്നു, ചിലരിൽ ഒന്നും പകർന്നില്ല. പക്ഷെ പുതിയ നിയമത്തിൽ സകല ജഡത്തിൻ്റെ മേലും ആദ്യമേ ഈ ആത്മ മനുഷ്യൻ എന്ന വലിയ നിറവിനെ പകരുകയാണ്. ഹല്ലേലൂയ. ഇപ്പം കിണറുള്ളത് കൊണ്ട് ആരുടെയും ദാഹം മാറത്തില്ല. നിങ്ങൾ ആ കിണറ്റിൽ നിന്ന് ഡ്രോ ചെയ്യണം വെള്ളം. ഹല്ലേലൂയ. നിങ്ങളുടെ ആത്മ മനുഷ്യൻ കൃപയുടെ കിണറാണ്. കൃപയെന്ന് പറഞ്ഞാൽ ക്രൂശിൽ യേശു പൂർത്തീകരിച്ച എല്ലാ നന്മകളുടെയും ഉറവിടമായ നിറവാണ് നിങ്ങളുടെ ആത്മമനുഷ്യൻ. നിറയുവാന് ആവിയാനവരെ, ദൈവത്തിൻ്റെ ആത്മാവ് ആ നിറവുകളുമായി വന്ന് ഇരിക്കുന്നത് നിങ്ങളുടെ ആത്മാവിലാണ്. പക്ഷെങ്കിൽ നിങ്ങളത് ഡ്രോ ചെയ്യണം. നിങ്ങൾ ആ ആത്മാവിൽ നിന്നുള്ള ശക്തിയെ വെളിയിലേക്ക് എടുക്കണം. നിങ്ങൾ ആ ആത്മാവിൽ നിന്നുള്ള ബലത്തെ നിങ്ങൾ വലിച്ചു വെളിയിലേക്ക് എടുക്കണം. ഒരു വീട്ടിൽ കിണറുള്ളത് കൊണ്ട് ആരുടെയും ദാഹം മാറിയതായിട്ട് എനിക്കറിവില്ല. ഹല്ലേലൂയ. നിങ്ങളിൽ കിണറുണ്ട്. പലരും ചോദിക്കുന്ന, ബ്രദറെ ഇങ്ങനെയൊക്കെ ഞാൻ രക്ഷിക്കപ്പെട്ടെന്ന് പറയുന്നു, എന്താ ഞാൻ രക്ഷപ്പെടാത്തത്? രക്ഷിക്കപ്പെട്ട പലരും രക്ഷപ്പെടാത്തതിൻ്റെ കാര്യം അവരുടെ കിണറിനെ കുറിച്ച് ഒന്നാമത്തെ കാര്യം അവർക്ക് ബോധമില്ല. അവരിപ്പോഴും ഏതോ ചർച്ചിലെ കിണർ അന്വേഷിച്ച് നടക്കുന്നു, ഏതോ ദൈവദാസനിന്ന് ഒന്ന് തലയെ കൈവപ്പിനായി നടക്കുന്നു, ഏതോ ഒരു ക്രൂസൈഡ് വരാൻ കാത്തിരിക്കുന്നു, എന്നോ ഒരു വിടുതൽ നടക്കാനായി അവർ ഇപ്പോഴും കാത്തിരിപ്പിലാണ്. ക്രിസ്തു പറഞ്ഞു, എല്ലാം ഞാൻ പൂർത്തീകരിച്ചിട്ട് കൃപയാൽ നിന്റെ ആത്മാവിലേക്ക് ഞാനത് തന്നു എന്ന് പറഞ്ഞ വെളിപ്പാടില്ലാത്തത് കൊണ്ട്, അറിവില്ലാത്തത് കൊണ്ട് അവരുടെ കിണറിൽ നിന്ന് ഡ്രോ ചെയ്യാൻ അവർക്ക് കഴിഞ്ഞില്ല. ഇപ്പോൾ മനസ്സിലായോ? നിങ്ങളുടെ അകത്ത് എത്ര ഇന്ധനമുണ്ടെങ്കിലും, എത്ര ആത്മാവിൽ ദൈവം നിക്ഷേപങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിലും, നിങ്ങളുടെ ദേഹിയാണ് ആത്മാവിൽ നിന്ന് ആ ശക്തിയെ വലിച്ച് എടുക്കേണ്ടത്. ഇരമ്യാവിൻ്റെ പുസ്തകം 2:13
ഇങ്ങനെ ഒരു വാക്യമുണ്ട്. മൈ പീപ്പിൾ ഹാവ് കമ്മിറ്റഡ് ടു സിൻസ് ദേ ഹാവ് ഫോർസേക്കൻ മീ ദ സ്പ്രിംഗ് ഓഫ് ലിവിംഗ് വാട്ടർ and they have dug their own cisterns, broken cisterns that cannot hold water. എൻ്റെ ജനം രണ്ട് ദോഷം ചെയ്തിരിക്കുന്നു. അവർ ജീവജലത്തിൻ്റെ ഉറവയായ എന്നെ ഉപേക്ഷിച്ചു, വെള്ളമില്ലാത്ത കിണറുകളെ, പൊട്ടക്കിണറുകളെ തന്നെ കുഴിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. മനസ്സിലായോ എന്താണ് ഈ എഴുതിയിരിക്കുന്നതിൻ്റെ അർത്ഥമെന്ന്? ആമേൻ. ജീവജലം ദൈവമാണ്, പരിശുദ്ധാത്മാവാണ്, നിറൈവാന ആവിയാനവർ. അവനെ മറന്ന് ഉപേക്ഷിച്ചിട്ട് നമ്മുടേതായ പൊട്ടക്കിണറുകൾ നമ്മൾ കുഴിക്കുന്നു. അതാണ് നമ്മുടെ പ്രശ്നം. നമ്മുടെ ജഡം എപ്പോഴും നമ്മുടെ ലോകപരമായ ചില കിണറുകൾ, അല്ലേ? അതായത് ഇപ്പോൾ സന്തോഷത്തിന് നമ്മൾ സിനിമ കണ്ടെത്തുന്നു, അതൊരു കിണറാണ്, ഒരു പൊട്ടക്കിണറാണ്. ആമേൻ. ചിലർ തങ്ങളുടെ മക്കളിൽ സന്തോഷം, അതും പൊട്ടക്കിണറാണ്. ചിലർ കാനഡയിൽ പോകുന്നത് വലിയ ഒരു, അവിടെ പോയാൽ ഞാൻ രക്ഷപ്പെടും. ഇപ്പം കാനഡയിൽ പോയവരെല്ലാം തിരിച്ചു വരാൻ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുക. ആമേൻ. UK ചിലർക്കൊരു വലിയ ജീവജലമാണെന്ന് വിചാരിച്ച് അങ്ങോട്ട് പോകുന്നു. ഇപ്പം UK എന്ന് പലരും തിരിച്ചു വരാൻ വേണ്ടിയിരിക്കുക. ഹല്ലേലൂയ. അപ്പം ഇതെല്ലാം പൊട്ടക്കിണറാ. ആമേൻ. ഇതൊന്നും ശാശ്വതമായ ദാഹം മാറ്റുന്നില്ല. ആമേൻ. പക്ഷെ നിങ്ങളുടെ ആത്മ മനുഷ്യനിലുള്ളൊരു ആനന്ദമുണ്ട്, ആനന്ദ നദിയുണ്ട്. ആമേൻ. ഹല്ലേലൂയ. ജീവജലത്തിൻ്റെ ആമേൻ ആമേൻ നിറവുണ്ട്. അതുകൊണ്ടാണ് എഴുതിയേ, അവൻ്റെ നിറവിൽ നിന്ന് നമുക്ക് കൃപമേൽ കൃപ പ്രാപിച്ചിരിക്കുന്നു. പ്രാപിക്കാൻ പോകുന്നു എന്നല്ല, പലരും കാത്തിരിക്കുക. നിങ്ങൾ ഇനിയും കാത്തിരിക്കണ്ട. നിങ്ങളുടെ ആത്മ മനുഷ്യനിൽ അതുണ്ട് കൃപയാൽ എന്ന ബോധ്യമാണ് നിങ്ങൾക്കിനി ആവശ്യം. നിങ്ങൾ ഇനിയും ഓരോ ദൈവദാസന്മാരെ തപ്പി ഓടാൻ നിന്നാൽ നിങ്ങളുടെ ജീവിതം ആമേൻ ധന്യമാകത്തില്ല. നിങ്ങൾ ഇപ്പോഴും ഓരോ ചർച്ചുകൾ വിട്ട് ചർച്ചിലേക്ക്, ഈ ചർച്ചിലില്ല അതുകൊണ്ട് ഇനി അടുത്ത ചർച്ചിൽ പോകാം, ആ ചർച്ചിലല്ലായിരിക്കും, അപ്പുറത്തെ ആയിരിക്കും എന്ന് ഓടാൻ നിൽക്കരുത്. ആമേൻ. ശരിയാണ്, വെളിപ്പാടില്ലാത്ത ചർച്ചാണെങ്കിൽ നിങ്ങൾ അവിടുന്ന് ഓടുന്നത് നല്ലതാ. ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. ചിലർ ഈ ഓടാൻ വേണ്ടി ജീവിക്കുന്നവരുണ്ട്. ഇവിടെ അല്ല, അടുത്ത ആഴ്ച അപ്പുറത്തൊന്ന് ട്രൈ ചെയ്യാം, അടുത്ത ആഴ്ച അപ്പുറത്തെ ചർച്ചിലൊന്ന് ട്രൈ ചെയ്യാം, അടുത്ത ആഴ്ച മറ്റേ ക്രൂസൈഡിലൊന്ന് പോയി നോക്കാം, അവിടെ ആയിരിക്കും എൻ്റെ വിടുതൽ, ഇവിടെ ആയിരിക്കും. ഒരിടത്തുമല്ല നിങ്ങളുടെ വിടുതൽ. കൃപയാൽ നിങ്ങളെ ദൈവം വിടുവിച്ചിരിക്കുന്നു. നിങ്ങളുടെ ആത്മാവിൽ അതുണ്ട് എന്ന് ദേഹി തിരിച്ചറിയാത്തതുകൊണ്ടാണ് വിടുതൽ നടക്കാത്തത്. ദേഹി തിരിച്ചറിയുമ്പോൾ, നിങ്ങളുടെ വീട്ടിൻ്റെ മുറ്റത്ത് കിണറുണ്ടെന്ന് നിങ്ങൾ അറിഞ്ഞാൽ നിങ്ങൾ കോരും, അല്ലേ? നിങ്ങൾ ദാഹിക്കുമ്പോൾ നിങ്ങൾ പോയി കോരും. ദൈവം നിങ്ങളുടെ ആത്മ മനുഷ്യൻ ഓട്ടോമാറ്റിക് കോരി നിങ്ങളുടെ വായി തരുമെന്ന് എഴുതിയിട്ടില്ല. ആമേൻ. ദൈവം കൃപയാൽ നിങ്ങളുടെ ആത്മ മനുഷ്യനെ നിറച്ചു വച്ചിരിക്കുന്നു. അതുകൊണ്ട് സ്തെഫാനോസിനെ കുറിച്ച് എഴുതിയിരിക്കുന്ന അവൻ പരിശുദ്ധാത്മ പൂർണ്ണനായിരുന്നു, അവൻ നിറഞ്ഞിരുന്നു. നിങ്ങളുടെ ആത്മ മനുഷ്യൻ നിറഞ്ഞിരിക്കുകയാണ്. നിങ്ങൾ രക്ഷിക്കപ്പെട്ട ദിവസം കൃപയാൽ രക്ഷിക്കപ്പെട്ടു. പക്ഷേ ദേഹിയിലേക്ക് ഇത് കോരാൻ നിങ്ങൾ വൈമിഷ്യം കാണിച്ചു. ഹല്ലേലൂയ. കാരണം ദേഹി ഇത് തിരിച്ചറിഞ്ഞുമില്ല, ഒരു ദൈവദാസനും ഇത് പഠിപ്പിക്കത്തുമില്ല. അതുകൊണ്ട് എന്തു പറ്റി? നിങ്ങളുടെ ദേഹി ഡ്രൈനെസ്സിലേക്ക് പോയപ്പോൾ ആ ഡ്രൈനെസ്, നിങ്ങൾ ആത്മീക ഡ്രൈനെസ് എന്ത് സംഭവിച്ചു? നിങ്ങളുടെ ആത്മാവിനെയും വരൾച്ചയിലേക്ക് കൊണ്ടുപോയി. കൃപയാൽ നിങ്ങളുടെ ആത്മാവിലുള്ളതിനെ നിങ്ങൾ അധികം നാൾ തിരിച്ചറിയാതിരുന്നാൽ, ഏത് കാര്യവും ഒരുപാട് നാൾ ഉപയോഗിക്കാതിരുന്നാൽ അതിലൊരു വരൾച്ച സംഭവിക്കാനായിട്ടിടയായിത്തീരും. എന്നാൽ ഏത് കാര്യം നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു അത് പുതുമ സംഭവിച്ചുകൊണ്ടേ ഇരിക്കുവാനായിട്ടിടയായിത്തീരും, അല്ലേ? നമ്മൾ ഒരുപാട് നാളൊരു വീട് ഉപയോഗിക്കാതെ ഇട്ടിരുന്നാൽ അത് പൊടി പിടിച്ചു പോകും. ഇപ്പം നമ്മൾ സ്ഥിരമായി ജീവിക്കുന്ന വീടായതുകൊണ്ട് ഇതെല്ലാം നീറ്റ് ആൻഡ് ക്ലീൻ ആണ് എന്നതുപോലെ നിങ്ങളുടെ ആത്മ മനുഷ്യനിൽ എന്തുണ്ടെന്ന് അറിയാതിരുന്നാൽ നിങ്ങളത് ഉപയോഗിക്കില്ല. നിങ്ങളുടെ ദേഹി അത് ഉപയോഗിക്കില്ല, അതിൽ നിന്ന് വെള്ളം ഡ്രോ ചെയ്യില്ല, കോരുകയില്ല. അവസാനം നിങ്ങളുടെ ദേഹി ഡ്രൈ ആയി, നിങ്ങളുടെ ദേഹം ഡ്രൈ ആയി. ഇത് രണ്ടും ഡ്രൈ ആകുമ്പോൾ എന്ത് സംഭവിക്കും? നിങ്ങൾ ആത്മാവിനെ ഉപേക്ഷിക്കും. അപ്പോൾ ആത്മീക ഡ്രൈനെസ്സിലേക്ക് വരും. നിങ്ങൾ കർത്താവിനെ തള്ളിപ്പറയും. ആമേൻ. പലപ്പോഴും അറിവില്ലായ്മ കൊണ്ട് ജനം നശിക്കുന്നു എന്ന് ഹോശേയാവ് 4:6 എഴുതിയത് ഇതുകൊണ്ടാണ്. അതുകൊണ്ട് ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്ന കാര്യം ഇതാണ്: നിങ്ങൾ ഒരിക്കലും ഡ്രൈനെസ്സിലായിരിക്കേണ്ട കാര്യമില്ല, തോൽവിയിലായിരിക്കേണ്ട കാര്യമില്ല, പരാജയത്തിൽ വീണു പോകേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് വേണ്ടി കർത്താവ് എല്ലാം പൂർത്തീകരിച്ച് കൃപ നിങ്ങളുടെ ആത്മാവിൽ നിറച്ചിരിക്കുന്നു. ആ നിറച്ചിരിക്കുന്നുള്ള ബോധ്യത്തിൽ പ്രാർത്ഥനാ റൂമിൽ കയറി രാവിലെയും രാത്രിയും ഇടയ്ക്കിടയ്ക്ക് ദാഹിക്കുമ്പോഴെല്ലാം നിങ്ങൾ ആ വെള്ളം ഡ്രോ ചെയ്യുക. അതുകൊണ്ടാണ് പറഞ്ഞ് ഇടവിടാതെ പ്രാർത്ഥിപ്പിനെന്ന്. ഇടവിടാതെ പ്രാർത്ഥിപ്പിന്നൊക്കെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് രാവിലെയും രാത്രി ഇരുന്ന് നമ്മുടെ ആവശ്യം പറയുക എന്നുള്ള അതല്ല. നിങ്ങളുടെ ദേഹിയെ നിങ്ങളുടെ ആത്മാവിലേക്ക് ഇടവിടാതെ കണക്ട് ചെയ്യുക.
കണക്ട് ചെയ്യേ. ഇപ്പം എൻ്റെ ഈ ഇൻസ്ട്രുമെൻറ്റ്സ് എല്ലാം ഇൻവെർട്ടർ സപ്ലൈയുമായിട്ട് കണക്ട് ചെയ്തിരിക്കുക. കാരണം ഞാൻ റെക്കോർഡ് ചെയ്യുമ്പോൾ ഇടയ്ക്ക് ഈ കറണ്ട് സപ്ലൈ കട്ടാകാതിരിക്കാൻ ഞാൻ എൻ്റെ ഈ കണക്ഷൻസൊക്കെ ഇൻവെർട്ടറിലേക്ക് കൊടുത്തിരിക്കുക. ഹല്ലേലൂയ. എന്നതുപോലെ അത് എന്താ ഞാൻ അതിലേക്ക് കൊടുത്തത്? കാരണം ഇങ്ങനെയുള്ള റെക്കോർഡിങ്ങിൻ്റെ ഇടയിൽ ഇത് കട്ടായി പോയി കഴിഞ്ഞാൽ എനിക്ക് വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഞങ്ങൾ ഇൻവെർട്ടർ വെച്ചു. ആമേൻ, ഹല്ലേലൂയ. ബാക്കിയെല്ലാം നോർമൽ കറണ്ടിലാണ് പോകുന്നത്. ചില കാര്യങ്ങളൊക്കെ ചിലതേ ഉള്ളൂ ഇൻവെർട്ടറിൽ കൊടുത്തിരിക്കുന്നത്. എന്തിനാ ഇൻവെർട്ടറിൽ കൊടുത്ത്? ഒരിക്കലും ഇത് ഓഫ് ആകാതിരിക്കാൻ. എൻ്റെ ലാപ്ടോപ്പോ എൻ്റെ മിക്സറോ ക്യാമറയോ മൈക്കോ ഓഫ് ആകാതിരിക്കണം. അപ്പോൾ നിങ്ങൾ ഓഫാകാതെ നിങ്ങൾക്ക് തുടരണമെങ്കിൽ ഒരൊറ്റ മാർഗമേ ഉള്ളൂ. നിങ്ങളുടെ ഇൻവെർട്ടറും നിങ്ങളുടെ എൻജിനും നിങ്ങളുടെ ഇന്ധനത്തിൻ്റെ സപ്ലൈയുമായ ആത്മാവിൻ്റെ കൃപയുടെ നിറകുടത്തിലേക്ക്, നിങ്ങളുടെ ആത്മ മനുഷ്യനിലേക്ക് നിങ്ങളുടെ ദേഹിയെ രാവിലെ തോറും തിരിക്കണം. അവിടെ നിന്ന് ഇച്ചിരി വെള്ളം കോരണം, അവിടെ നിന്നൊരു വചനം കോരണം, അവിടെ നിന്നൊരു വെളിപ്പാട് കോരണം, അവിടെ നിന്നൊരു ശക്തി കോരണം, അവിടുന്ന് നീതി കോരണം, അവിടുന്ന് വിശുദ്ധി കോരണം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പറഞ്ഞ ക്രിസ്തു നമ്മുടെ നീതി, ജ്ഞാനം, വിശുദ്ധി. 1 കൊരിന്ത്യർ അതിൻ്റെ 1-ാം അധ്യായം, ഹല്ലേലൂയ, അതിൻ്റെ 30-ാമത്തെ വാക്യം. ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ഹിം ദാറ്റ് യു ആർ ഇൻ ക്രൈസ്റ്റ് ജീസസ് ഹു ഹാസ് ബിക്കം ഫോർ us വിസ്ഡം ഫ്രം ഗോഡ്, റൈറ്റ്യസ്നെസ്, ഹോളിനെസ് ആൻഡ് റിഡംഷൻ. ക്രിസ്തു നമ്മുടെ നീതി, ജ്ഞാനം, വിശുദ്ധി. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ ആത്മാവ് നമ്മുടെ അകത്ത് വന്നപ്പോൾ നമ്മുടെ നീതി ആത്മാവിലുണ്ട്, വിശുദ്ധി ആത്മാവിലുണ്ട്, ബലം ആത്മാവിലുണ്ട്, ജ്ഞാനം ആത്മാവിലുണ്ട്. ചിലർ പറയാ എനിക്ക് ജ്ഞാനമില്ല ബ്രദറേ എന്ന് പറയുന്നവർ, ബ്രദറേ എനിക്ക് വിശുദ്ധി ഇല്ല ബ്രദറേ എന്ന് പറയുന്നവർ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇതെല്ലാം നിങ്ങളുടെ ആത്മാവിൽ കൃപയാൽ യേശുവിനെ വിശ്വസിച്ചപ്പോൾ കിട്ടിയതാ. പക്ഷേ ഇതൊന്നും നിങ്ങളെ ആരും പഠിപ്പിച്ചില്ല. നിങ്ങൾക്ക് വെളിപ്പാടിൻ്റെ അറിവ് കിട്ടിയില്ല. അറിവ് കിട്ടാത്തതുകൊണ്ട് നിങ്ങളുടെ ദേഹി ഇതിനെ കോരിയെടുത്തില്ല. നിങ്ങളുടെ ആത്മാവാകുന്ന കിണറിൽ നിന്ന് നിങ്ങളുടെ ദേഹി ഇതിനെ കോരിയെടുക്കാത്തതാണ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ തകർച്ച. അതുകൊണ്ടാണ് മഹത്വം എന്ന തലത്തിലേക്ക് പോകാൻ കഴിയാത്തത്. ഇന്ന് ഈ മെസ്സേജിലൂടെ ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കുന്ന നിങ്ങൾക്ക് ഒരു വിജയകരമായ ക്രിസ്തീയ ജീവിതം ജീവിക്കാൻ പറ്റും. കൃപയുടെ അറിവിനാൽ വിജയകരമായ ക്രിസ്തീയ ജീവിതം നയിക്കാൻ പറ്റും. കൃപ വരുമ്പോൾ നിങ്ങൾക്ക് പ്രശംസിക്കാൻ ഒന്നുമില്ല. നിങ്ങളുടെ കഴിവ് കൊണ്ട് ചെയ്തെന്നല്ല, കൃപയാൽ യേശുവിൻ്റെ പൂർത്തീകരണ പ്രവൃത്തിയാൽ നിങ്ങൾക്കത് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് ഈ ജ്ഞാനത്താൽ ഈ ഗ്ലോറി ടോക്സിൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, ഇന്ന് ഈ വചനം കേട്ട, കൃപയുടെ വചനം കേട്ട ഓരോ വ്യക്തിയും ഞങ്ങൾ ബ്ലസ് ചെയ്യുന്നു. ഗ്ലോറിയിലേക്കുള്ള യാത്രയിൽ ഈ കൃപയുടെ വചനം അവരെ വലിയ താങ്ങായി മാറട്ടെ. ഹല്ലേലൂയ. ഗ്ലോറിയിലേക്കുള്ള ഈ യാത്രയിൽ ഈ കൃപയുടെ വചനം അവർക്ക് വലിയൊരു ബോധ്യമായി, ഒരു വലിയ ഒരു സപ്പോർട്ടായി മാറിയതിനായി നന്ദി പറയുന്നു. ഇന്ന് ആരെങ്കിലും സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ വചനം കേൾക്കുമ്പോൾ തന്നെ അവർ വിജയത്തിലേക്ക് കുതിക്കുന്ന വലിയ കൃപകൾക്കായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. തിരുകരത്തിൽ ഏൽപ്പിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഈ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഈ എപ്പിസോഡിനെ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക്, റിലേറ്റീവ്സിലേക്ക്, സ്ട്രഗിൾ ചെയ്യുന്നവരിലേക്ക് ഒക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. അവരുടെ ജീവിതം എൻ്റെ ജീവിതം പോലെ മാറുവാനായിട്ട് ഇടയായിത്തീരും. അതുകൊണ്ട് ഇപ്പോൾ തന്നെ അതിനെ ഷെയർ ചെയ്താട്ടെ. ഈ യൂട്യൂബിൻ്റെ താഴെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. നിങ്ങൾക്ക് ഈ മെസ്സേജ് മനസ്സിലായെങ്കിൽ അത് കമൻറ്റ് ചെയ്താട്ടെ. ഹല്ലേലൂയ. നിങ്ങൾക്ക് എന്തെങ്കിലും എന്നോട് സംസാരിക്കാനോ, എന്നോട് എന്തെങ്കിലും പ്രെയർ പോയിൻറ്റോ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറുകളിൽ എന്നെ വിളിക്കുകയും ചെയ്യാം. നമ്മുടെ മീറ്റിങ്ങുകളിലും നിങ്ങൾക്ക് നിരന്തരം കടന്നു വരാം. ദൈവം നിങ്ങളെ ധാരാളമായിട്ട് സഹായിക്കട്ടെ. ആമേൻ.